നിന്റെ സമ്പത്ത് മുഴുവനും തകർക്കുമടാ, നിന്റെ കച്ചവടം മുഴുവനും തകർക്കുകയാണ്. നിന്റെ വീടിനകത്ത് സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, പരസ്പരം തമ്മിലടിയാണ്, പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുകയാണ്. വയറ് നിറയുന്നില്ല, ഉറക്കം വരുന്നില്ല. കാരണമെന്തെന്നറിയുമോ? കാരണമെന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങളിരുന്ന് കരയുകയാണ്. പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ, 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങളിരുന്ന് കരയുന്നുണ്ട്. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? വീടിനകത്ത് ഖുർആന് വാങ്ങി വെച്ചിരിക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വീടിനകത്തുണ്ടല്ലോ പ്രിയപ്പെട്ട പെങ്ങള്, ആ ഖുർആൻ തുറന്നു ഓതാതെ വന്നാൽ വീടിന്റെ അലമാരിക്കകത്ത് പടച്ചവനെ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ഖുർആൻ അടുക്കി വെച്ചിരിക്കുകയാ. നീ അത് തുറക്കാറില്ലല്ലോ, അത് തുറന്നു ഓതാറില്ലല്ലോ. ആ ഖുർആനിനെ നീ തുറക്കാതെ വരുമ്പോൾ, ആ ഖുർആനിനെ എടുത്ത് ഓതാതെ വരുമ്പോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. നിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കരയുകയാണ്. നിന്നെ ശപിക്കുകയാ. എങ്ങനാ നീ രക്ഷപ്പെടുന്നത്? എങ്ങനാടാ നീ രക്ഷപ്പെടുന്നത്? എങ്ങനെയാ നിനക്ക് സമാധാനം കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വീടിനകത്ത് 10 ഖുർആൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന സമയത്ത് നീ ഓരോന്നും എടുത്ത് തുറക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതണേ. വീടുകളിൽ ഖുർആൻ ഓതുന്നില്ല, വീടുകളിൽ ഖുർആൻ പാരായണമില്ലല്ലോ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പെണ്ണുങ്ങളെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുമായിരുന്നു. തന്റെ മക്കളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നു. സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ആകെ പണ്ടത്തെ കാലത്തൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടിന്റെ വെളിയിലൂടെ പോകുന്നവർക്ക് പോലും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇന്നൊക്കെ മാറിയല്ലോ, ഇന്നൊക്കെ മാറിയല്ലോ. പ്രിയപ്പെട്ട പെങ്ങള്, കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. പറയുന്ന ചെറുപ്പക്കാരൻ കൊള്ളക്കാരുടെ നേതാവാ, സംഘത്തിന്റെ നേതാവാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഇങ്ങനെയും ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുമായിരുന്നു. ആനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ കാണുകയാ, ഒരു സാലിഹത്തായ പെണ്ണിനെ കാണുകയാ. എത്ര നോക്കിയിട്ടും അവൾ പരിഗണിക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും അവിടെ വഴങ്ങി കൊടുക്കുന്നില്ല. അവസാന പാതിരാത്രിയിൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പെണ്ണിന്റെ വീടിന്റെ മതിൽ ചാടുകയാ. പാതിരാത്രി ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിനകത്തേക്ക് വാതിൽ തല്ലി പൊളിച്ചിട്ട് കേറുകയാണ്. അവിടെ നിന്ന് വീടിന്റെ വാതിൽ തല്ലി പൊളിച്ചു. ആരും അറിയാതെ വീടിനകത്ത് കേറുകയാ. ആ സുന്ദരിയായ പെണ്ണിനോട് ആഗ്രഹം പറയുമ്പോ സാധിച്ചു കൊടുക്കുന്നില്ല. എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുകയാണ്, ആ പെണ്ണിനെ പീഡിപ്പിക്കാൻ പോകുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്, ആ പെണ്ണിനെ ശാരീരികമായിട്ട് അവിടെ നിന്ന് തകർക്കുകയാ. അവസാനം ആ പെണ്ണിന്റെ 2 കാലുകൾക്ക് നടുവില് ഇയാളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. ആ പെണ്ണിന്റെ വീടിന്റെ പരിസരത്ത് ഒരു ഉമ്മ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. ഏതായത്തും അറിയുമോ? ലം യഅനിൽ ലദീന ആമനൂ അൻ
തഖ്ശഅ ഖുലൂബുഹും ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോ, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഉമ്മ ഖുർആൻ ഓതുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ചവനെ നന്നാകാ സമയമായില്ലൂ, നന്നാകാ സമയമായില്ലൂ. യാതെന്ന് പറയുന്ന ചെറുപ്പക്കാര് കണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ അവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടച്ചവനെ പണ്ടുള്ളവര് മഗ്‌രിബ് കഴിഞ്ഞ ഖുർആൻ ഓതുമായിരുന്നല്ലോ. ഇന്ന് സീരിയലിന്റെ ലോകമല്ലേ. ഒരു ഉമ്മയും തന്റെ മക്കളോട് ഖുർആൻ ഓതാ പറയാറില്ല. അവിടുന്ന് പറയും പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, ട്യൂഷന് പഠിക്കണമല്ലോ, സ്കൂളിലെ പഠിക്കണമല്ലോ. ഖുർആൻ ഓതാൻ സമ്മതിക്കുന്നില്ല. അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? മക്കള് നല്ല നിലയിലെത്താരാ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, കൂടെ ഒരുപാട് സ്വഹാബികളുണ്ട്. എല്ലാവരും കൂടെ വീടിനകത്ത് കടന്നു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. എന്നിട്ട് റബ്ബേ, കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാ. കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ലല്ലോ, മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഈ പൈസ അവർക്ക് ആവശ്യമാകുമല്ലോ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഹാബിയോട് പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, പെൺമക്കളാണല്ലോ, അവനെ വിവാഹം കഴിച്ച് കൊടുക്കണമല്ലോ, ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കുമ്പോ അവിടുന്ന് കരയുകയാ, അവിടുന്ന് കരയുകയാ. എന്തിനാ ഇബ്നു മസ്ഊദേ കരയുന്നത്? ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പഠിക്കൂ പെൺമക്കള്, പെൺമക്കളുള്ള മാതാപിതാക്കള് പഠിച്ചോ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ആ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വീട്ടില് ദാരിദ്ര്യം വരൂല, എന്റെ മക്കളുടെ വിവാഹത്തിന് പിരിവെടുക്കണ്ട, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട കാര്യമില്ല, എന്റെ മക്കൾ വാഖിഅ ഓതുന്നുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോ കഴിയുമോ പെങ്ങള്? അതുകൊണ്ടാണ് ഒരെണ്ണമല്ലേ നിനക്ക് കെട്ടിച്ചു കൊടുക്കാറുള്ളത്, നിനക്ക് ഉറക്കമില്ലല്ലോ, നിനക്ക് സമാധാനമില്ലല്ലോ. മക്കൾ ഉമ്മയോട് മക്കളോട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയുമോ? ഇന്ന് പല സ്ഥലങ്ങളിലും വഴുതിന് പോകുമ്പോ സംഘാടകർ പറയുന്ന ഉസ്താദേ, കഞ്ചാവിനെ കുറിച്ച് പറയട്, മയക്കുമരുന്നിനെ കുറിച്ച് പറയട്, ചെറുപ്പക്കാര് കഞ്ചാവ് കച്ചവടം നടത്തുകയാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഹറാമായ വഴികൾ സ്വീകരിക്കുകയാ. പെങ്ങള്, മക്കളെ നശിപ്പിച്ചതാരാ? ഉമ്മ. നീയാണ്
ആണ് പെണ്ണ്, നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയാ. കാരണം ചെറിയ മക്കളുടെ ഹൃദയത്തില് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയാടി പൊന്നുമോളെ. ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി നീയാകണം. ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ അകത്താണ് അല്ലാഹുവിന്റെ അർശിരിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്താണ് അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ അർശുണ്ടോ? അല്ലാഹുവിന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അല്ലാഹുവിനോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ സ്നേഹിക്കാത്തവരില്ല, എല്ലാവരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പടച്ച റബ്ബ് നമ്മളെ തിരിച്ച് സ്നേഹിക്കാറുണ്ടോ? അല്ലാഹുവിന് നമ്മളോട് വല്ലാത്ത സ്നേഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഒരു സൈഡിൽ മാത്രം പ്രണയിച്ചുകൊണ്ട് നടന്നാ പോരാ. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോ അല്ലാഹുവും നമ്മളെ തിരിച്ച് സ്നേഹിക്കണം. ചെറുപ്പക്കാരാ, ഉപ്പമാരേ, ഒരുപാട് കാലം കൊണ്ട് പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ഉപ്പ, മരണമെടുത്തല്ലോ. മരണത്തിന്റെ അടയാളങ്ങൾ പലതും നിനക്ക് വന്നു കഴിഞ്ഞല്ലോ. പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാകാൻ, പടച്ച റബ്ബ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാകാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആഗ്രഹമില്ലേ പെങ്ങള്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ, മലിക്കുൽ ജബ്ബാറായ, സർവാധിപതിയായ, സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്ന ഒരു അടിമയാകാൻ നിനക്ക് ആഗ്രഹമില്ലേ? ആ പടച്ച റബ്ബിന്റെ ഇഷ്ടം കെട്ടുന്ന ഒരു പെണ്ണാകാൻ എന്റെ പെങ്ങളെ നിന്നെ കൊണ്ട് കഴിയാത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണം. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ അല്ലാഹു ആകുകയാണ്, നമ്മുടെ കാലല്ലാഹു ആകുകയാണ്, നമ്മളുടെ കണ്ണ് പടച്ച റബ്ബാകുകയാണ്. പടച്ചവനെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുണ്ടല്ലോ, അതെല്ലാം പടച്ചവന്റെ കയ്യിലേക്ക് ചെല്ലുകയാ. അതാ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നടന്നു പോയാ അല്ലാഹു നമ്മളിലേക്ക് ഓടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ എല്ലാവരും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചോദിച്ചാ പറയാ, അല്ലാഹനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. പക്ഷെ തിരിച്ച് അല്ലാഹ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കണ്ണ് അള്ളയാകും, അവന്റെ ചെവി അള്ളയാകും, അവന്റെ കൈ അള്ളയാകും, അവന്റെ ഹൃദയം. ഇങ്ങനെ പറഞ്ഞ അള്ളാഹൂന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് അല്ല ഇഷ്ടപ്പെടാത്ത ഒന്നും അവൻ കാണൂല. അവന്റെ ചെവി കൊണ്ട് അല്ലാഹു കേൾക്കരുതെന്ന് പറഞ്ഞ ഒന്നും അവൻ കേൾക്കൂല. അവന്റെ നാവ് കൊണ്ട് അല്ലാഹു പറയരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും അവൻ പറയില്ല. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ, പിടിക്കരുതെന്ന് പറഞ്ഞ, തൊടരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും അവന്റെ കൈ കൊണ്ട് അവൻ തൊടൂല. അതാണ് അല്ലാഹു ആകുമെന്ന് പറഞ്ഞാൽ. ഒരാൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നടന്നുപോയ സ്നേഹം കാരണം അല്ലാഹു ഓടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാകണം നമ്മൾ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രാഷ്ട്രീയക്കാരൻ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെന്നില്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാരെ ഒന്നും അവിടെ കേറ്റൂല. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ, ചുരുട്ടി പിടിക്കരുത്, ഇങ്ങനെ ഉയർത്തിപ്പിടി. അൽഹംദുലില്ലാ, സഹോദരിമാരുടെ കയ്യിൽ മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ ഇന്ന് അൽഹംദുലില്ലാ ഒരു തീരുമാനമാകും. ഇന്ന് അൽഹംദുലില്ലാ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.
അള്ളാഹു പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നടന്ന അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുമോ? പറ. ഞാനും നിങ്ങൾ ഓരോ മനുഷ്യനും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഇപ്പൊ നടക്കുന്നത് പോലെ നടന്നാൽ അള്ളാഹ് പോയിട്ട് ഒരു മനുഷ്യരും നമ്മളെ ഇഷ്ടപ്പെടില്ല. കൂടെ കിടക്കട പെണ്ണുപിള്ളയ്ക്ക് പോലും നമ്മളോട് ഇഷ്ടമില്ല. നമ്മുടെ പ്രവർത്തനവും നമ്മുടെ സ്വഭാവവും കണ്ടിട്ട് കൂടെ കിടക്കണ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, തന്റെ ഭർത്താവിന് പോലും നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? മക്കൾക്ക് പോലും ഇഷ്ടമില്ല. പിന്നല്ലേ ബാക്കിയുള്ളവര്, പിന്നല്ലേ അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. മാറ്റം വരുത്തിയാൽ മാത്രമേ ഓരോ ദിവസം കഴിയും തോറും നിനക്ക് പ്രായം കൂടുകയാ, നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും പക്വതയുണ്ടാകണം, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അല്ലാതെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് തലതിരിഞ്ഞു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹമുണ്ട് ആ പടച്ച റബ്ബിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട്, പരിശ്രമമുണ്ട്, ഒത്തിരി ജോലിയുണ്ട്. ആ കഷ്ടപ്പാടും പരിശ്രമങ്ങളും നടത്തിയാൽ മാത്രമേ അള്ളാഹു നമ്മളെ സ്നേഹിക്കൂ. ഈ പ്രണയിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ലേ? താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിഷ്ടപ്പെടാൻ നല്ല വസ്ത്രം ധരിക്കും, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച്. എന്റെ പഠിച്ചവനെ എന്തൊക്കെയാ കാണിക്കണം എന്നൊക്കെ ചെറുപ്പക്കാർ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിനെ കാണണമെങ്കിൽ എവിടെ പോണം? അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ കാക്കാമാരെ. അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോണം? അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോണം? എവിടെ പോണം? സ്വർഗത്തിൽ പോയാലേ അള്ളാഹിനെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. എന്തുകൊണ്ട്? സ്വർഗത്തിൽ പോയാലേ അള്ളാഹിനെ കാണാൻ പറ്റൂ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹിനെ കാണാൻ, പരലോകത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹിനെ കാണാൻ പറ്റൂല. അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ തന്നെ പോകണം. അതുകൊണ്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയെ, സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്താ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ പ്രതിഫലം എന്താ? ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കടക്കേണ്ട അവസാനത്തെ മനുഷ്യനും സ്വർഗത്തിൽ കടന്നു. ഇനി ആരുമില്ല കയറാൻ. മുട്ടുകാലിൽ ഇഴഞ്ഞിട്ട ഓനും വരണേ. നരകത്തിൽ കിടക്കുന്ന അവസാനത്തെ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ട അവസാന മനുഷ്യനും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറി. അള്ളാഹു സ്വർഗത്തിന്റെ വാതിൽ അടച്ചു, നരകത്തിന്റെ കവാടവും അടച്ചു. ഇനി ആരും അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും കയറൂല. അങ്ങനെ സ്വർഗവും നരകവും അടച്ചു കഴിഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സ്വർഗവാസികളോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ആ സമയത്ത് സ്വർഗവാസികൾ പറയുന്ന, പടച്ചോനെ, നമുക്കൊന്നും വേണ്ട അല്ലാ, ഇവിടെ വരെ എത്തിയില്ലേ? അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ? അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? പരലോകത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഈ സ്വർഗത്തിന്റെ പരിമളം പോലും 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശും. അതുപോലും ഒന്ന് ശ്വസിക്കാൻ അർഹതയില്ലാത്ത ഞങ്ങൾക്ക് നീ സ്വർഗം തന്നില്ലേ അല്ലാ? ഇനി ഇതിനേക്കാൾ എന്താ വേണ്ടേ? ആ സമയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ചോദിക്ക്. ആ സമയത്താണ് സ്വർഗവാസി അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങളുടെ ഉപ്പാനെ കണ്ടു, ഞങ്ങളുടെ ഉമ്മയെ കണ്ടു, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ കണ്ടു, ഞങ്ങളുടെ ഭാര്യമാരെ കണ്ടു, മക്കളെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, മരണം കണ്ടു, ഖബർ കണ്ടു, നരകം കണ്ടു, പരലോകം കണ്ടു, മഹ്ശറ കണ്ടു, ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാരെയും ഞങ്ങൾ കണ്ടു. പക്ഷെ ഇന്ന് വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലാ.
പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ഓടി ചെന്നിട്ട് നിന്നെ കാണാതെ 5 നേരം നിന്റെ മുന്നിൽ തലകുനിച്ചവരാ അല്ലാ ഞങ്ങൾ. ഇന്ന് വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല പടച്ചവനെ, കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലാ. എവിടെ വെച്ചാ? സ്വർഗത്തിൽ വെച്ചാ പറയുന്നേ. അല്ലാഹുവേ ഞങ്ങൾ കാണേണ്ട എല്ലാവരെയും കണ്ടു, പക്ഷേ ഇന്ന് വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാ. നിന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് റബ്ബേ. ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അതാ പടച്ചവനെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും അവരുടെ തല ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയാ. എല്ലാവരും അവരുടെ തല ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അതാ പടച്ച റബ്ബേ ഫയർഫഉൽ ഹിജാബ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് തന്നെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. അല്ലാഹു തന്നെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. സ്വർഗവാസികൾ മുഴുവനും ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോ അല്ലാഹു തന്നെ മറയെടുത്ത് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? ഇന്നകും സതറവുന റബ്ബകും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിൽ ആകാശത്ത് നോക്കുമ്പോ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിശ്ചയമായും നിങ്ങൾ അല്ലാഹുവിനെ കാണുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പറയുകയാ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. അല്ലാഹു സലാം പറയുകയാ. അല്ലാഹു സ്വർഗവാസികളോട് സലാം പറയുകയാണ്. അല്ലാഹു സ്വർഗവാസികളോട് സലാം പറയുകയാ. ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ലിഖാ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണമല്ലോ. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമല്ലോ. ആ സ്നേഹം വെറുതെ കിട്ടില്ലല്ലോ. കല്ല് കുടിച്ച് പെണ്ണ് പിടിച്ചുകൊണ്ട് തോന്നുന്നത് പോലെ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ അഹങ്കാരിയെ പോലെ ആ റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചിട്ട് അവനെ വഴിപ്പെടാതെ നിനക്ക് തോന്നുന്നത് പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോയാൽ എങ്ങനെയാണ് പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, സഹാബാ, അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കണോ? അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കണോ? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? നിങ്ങൾ സൂക്ഷിച്ചാ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിങ്ങളെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാകാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പരിശ്രമിച്ചൂടെ? ഒന്ന് പരിശ്രമിച്ചൂടെ? ഇത് തന്നെ പറയാൻ മടി. പൈസയൊന്നും ചോദിച്ചില്ല, ഒന്ന് പരിശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അതുപോലും പറയാൻ നമുക്ക് മടിയാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് പരിശ്രമിച്ചൂടെ? ഇൻഷാ അല്ലാഹ് പറ. സൗണ്ടില്ലേ? അല്ലാഹുവേ, ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്ന ഇതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. സൗണ്ട് കേൾക്കണമെങ്കിൽ ഫുട്ബോൾ കളി നടക്കുന്ന സ്ഥലത്തേ അല്ല. ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് പോയി അറിയാം ഇൻഷാ അല്ലാഹുടെയൊക്കെ പവർ, നമുക്ക് ശബ്ദമുണ്ടോ എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ
അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാകണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാകണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, അള്ളാഹുവിന്റെ സംസാരമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, ആ പരിശുദ്ധമായ ഖുർആൻ നീ കേൾക്കുന്നവനാണല്ലോ. ഒരുപാട് ആയത്തുകളും ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അതിന്റെ അർത്ഥം നിനക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആരാധരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും അതിന് നൽകേണ്ട സ്ഥാനം നൽകുകയും ചെയ്ത അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നവരാണ്. ആ ഖുർആൻ ഓതാത്തവരില്ലല്ലോ, ആ ഖുർആൻ കേൾക്കാത്തവരില്ലല്ലോ. ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുന്നവരാ. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നമുക്കൊരു മാറ്റമില്ലല്ലോ. നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ, നമ്മൾ നിസ്സാരമായി കാണുകയാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് മരണത്തെക്കുറിച്ച് പറഞ്ഞു തരുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന മുസ്ലിമേ, പരിഗണിക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ. പലരും വന്നിട്ട് പറയുന്ന, ഉസ്താദ് വീടിന്റെ അകത്ത് സമാധാനമില്ല, സർവ്വതം പ്രയാസത്തില എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്താണെന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ നീ ആദരിക്കണേ, അതിനെ നീ ബഹുമാനിക്കണേ, അതിന് നൽകേണ്ട സ്ഥാനം നീ കൊടുക്കണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ. അല്ലാഹുവേ, വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും നമ്മളിൽ പലരും തുടച്ചു കളയാറില്ല, അതൊന്ന് തുറന്നു നോക്കാറില്ല. പഠിച്ചവനെ, നമുക്കതിന്റെ മഹത്വം അറിയാതെ വരുമ്പോ റസൂലുള്ളാഹി തങ്ങളവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. അറിയുമോടാ ചെറുപ്പക്കാരാ, നിന്റെ വീടിനകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ വിശുദ്ധമായ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, അല്ലാഹുവേ, ആ പർവ്വതം പോലും അവിടെ നിന്ന് പേടിച്ച് ധൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അതിന്റെ ആയത്തുകളുടെ അർത്ഥം നീ പഠിക്കണം, അതിന്റെ ആയത്തിന്റെ അർത്ഥങ്ങൾ നീ ചിന്തിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ ചിന്തിക്കാത്തത്? ബുദ്ധി കൂടിയവനാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അല്ലാഹു
അല്ലാഹു ചോദിക്കുകയാ, എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാ ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നീ ഖുർആനിനെ ബഹുമാനിക്കണ്, നീ ഖുർആനിനെ അറിയണ്, അതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വഴി ഖുർആൻ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ആ ഖുർആൻ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കത് തൊടാൻ പോലും നമ്മളിൽ പലർക്കും മടിയാ. അത് ഒന്ന് തൊടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഈ ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങൾ. കണ്ണിന് കാഴ്ചയില്ല ഉസ്താദെ, പലരും പറയാറുണ്ട് അല്ലേ? ആ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാ ഞാൻ പറയണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. നോക്കിയാ മതി, ഒന്നും ചെയ്യണ്ട, നോക്കിയാ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു, മക്കത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് ആരെങ്കിലും നോക്കിയാൽ ആ നോക്കുന്ന സമയം നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കഅബാലയത്തിലേക്ക് നോക്കിയിരുന്നാ മതി. കഅബാലയത്തിലേക്ക് നോക്കിയിരുന്നാൽ, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഓരോ മിനിറ്റിനും നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട്. അല്ലാഹു ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അവിടെ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നേരത്തെയൊക്കെ ഉസ്താദന്മാര് ഉംറയ്ക്ക് പോകണം, ഹജ്ജിന് പോകണം എന്ന് പറയുമ്പോൾ ആർക്കും വയ്യ. ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പലരും പറയുമ്പോൾ നമ്മളിൽ പലർക്കും വയ്യായിരുന്നു. പിന്നെ പോകാം. ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിയമങ്ങൾ മാറിക്കൊണ്ട് ഇപ്പൊ ഇന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ ഭാര്യയുടെ സഹോദരൻ ഉംറയ്ക്ക് പോയി. 6 മണി മുതൽ 9 മണി വരെ ടോക്കൺ കൊടുത്തിരിക്കുക സമയം ഉംറ ചെയ്യാൻ. പണ്ട് അതിനകത്ത് കയറിയ 24 മണിക്കൂർ അതിനകത്ത് ഇരിക്കായിരുന്നു. ഇപ്പൊ സമയം കൊടുത്തിരിക്കുന്നു 6 മണി മുതൽ 9 മണി വരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സമയം നിശ്ചയിച്ചിട്ടായി ഇന്ന് പൊക്കൊണ്ടിരിക്കുന്നത്. നമുക്കന്നതിന്റെ വില മനസ്സിലായില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലി വിശദീകരിക്കുന്നില്ല. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മാടെ മുഖത്ത് നോക്കിയാൽ, പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ആ നോക്കുന്ന സമയം നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാനിപ്പോ വയലിന് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നിട്ട് അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞുപോയി ഉപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോ, ഉസ്താദ് എവിടെ വയലുണ്ടെങ്കിലും നമ്മുടെ വയല് കേൾക്കാനൊക്കെ മുന്നിലുണ്ടാകുന്ന സഹോദരനാ. അദ്ദേഹം കൊറോണ ഉണ്ട് വന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മുഖത്ത് നോക്കണം. നോക്കാറുണ്ടോ? നീ നോക്കാറുണ്ടടാ. കാരണം നീ ചെറുപ്പം, നിനക്കിപ്പോ ഉമ്മാനെ വേണം, അതുകൊണ്ട് നീ നോക്കുന്നുണ്ട്. നമ്മൾ നോക്കാറുണ്ടോ ഉമ്മാടെ മുഖത്ത്? നമ്മുടെ ഉമ്മാടെ മുഖത്ത് നമ്മൾ നോക്കാറില്ല. കാരണം ഉമ്മാക്ക് ഗ്ലാമർ ഇല്ലല്ലോ, എല്ലാം പോയില്ലേ. മുടിയൊക്കെ നരച്ച്, തൊലിയൊക്കെ ചുളുങ്ങി, ഇങ്ങനെ മൂലയെ കിടക്കുന്നുണ്ട് നമ്മുടെ ഉമ്മ. ആരാ പോയി നോക്കുന്നത്? ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോലും സമയമില്ലാത്തവരാ നമ്മൾ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ, ആ ഉമ്മാടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കണേ. അല്ലാതെ വാപ്പായ്ക്ക് മഹത്വം ഇല്ലാന്നല്ലട്ടാ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക. ഉമ്മയ്ക്ക് എവിടാ അപ്പൊ ഉമ്മ കൊടുക്കണ്ടേ? പറ സഹോദര, ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദെ, ഭാര്യയ്ക്ക് വല്ല എവിടെ കൊടുക്കേണ്ടതെന്ന് ചോദ്യം ഞങ്ങൾ പറയാം. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? കവളില? സുബ്ഹാനല്ലാഹ്. എവിടെയപ്പാ? 2 കണ്ണുകൾക്കിടയിൽ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. പോയിട്ടൊന്ന് കൊടുത്തു നോക്ക്, എന്താ അതിന്റെ ഒരു സുഖമെന്ന് മനസ്സിലാക്കും.
ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ കിട്ടും പിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്തു നോക്കണം, ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്കും പ്രതിഫലമാണ്. ഉമ്മയ്ക്ക് ആരാണോ ഉമ്മ കൊടുക്കുന്നത് ആ മക്കൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അവന്റെ മരണസമയം നന്നായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയൊന്നും കൊടുക്കണ്ടായിരുന്നു, ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പരസ്യമായി വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാൾ ഇവന്റെ വാപ്പാനെ കണ്ടപ്പം പറഞ്ഞു, മോൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കുന്നു, അവനോടൊന്ന് പറ ഒന്ന് മാറി നിന്ന് വലിക്കാൻ. പരസ്യമായി പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഇവൻ വീടി വലിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഒന്ന് ഉപദേശിക്കണം. എന്തിന്? പള്ളിയുടെ മുന്നിൽ നിന്ന് വിളിക്കാതെ എങ്ങോട്ടെങ്കിലും മാറി ഒളിഞ്ഞു നിന്നൊന്ന് വലിക്കാൻ. അപ്പൊ ഈ വാപ്പ പറയാ, ഈ പരാതി പറയാൻ പോയ മനുഷ്യനോട് പറയാ, നിങ്ങൾ അവനെ കാണുന്നെങ്കിൽ പറ എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കില്ലേന്നെന്ന് പറയാൻ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന വലിക്കണേ. അതാ ഇന്നത്തെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, അള്ളാഹു നമ്മുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളെന്ന് നെളിയുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നതെന്ന്. ഉമ്മായിക്ക് മാത്രമല്ല മഹത്വമുള്ളത്, ഉമ്മയ്ക്ക് മാത്രം ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള വാതില് വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിന്റെ വാതിലാണ് നമ്മുടെ ഉപ്പമാര്. അള്ളാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അപ്പൊ ഉമ്മാടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇബാദത്തിന്റെ കൂലിയ. അതുകൊണ്ട് ഉമ്മാനെ ഇന്ന് പോയിട്ടൊരു ഉമ്മ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കൂലേ? ഉമ്മ ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളും ഇന്ന് ഉമ്മായിക്കൊരു ഉമ്മ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കുവോ? കൊടുക്കുവോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കുക. അള്ളാഹു ഇത്രയും പേരുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ടൊരു ഉമ്മ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തേ ഒരു ഇൻഷാ അല്ലാഹ് പറയാത്തെ? കൊടുക്കുവോ? ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുക്കുവോ? നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? എന്ന് കൈ പൊക്കിക്കപ്പാ. ഉമ്മാക്ക് ഭക്ഷണം, സുബ്ഹാനല്ലാഹ്, ബാക്കിയുള്ളവരൊക്കെ പെണ്ണുമ്പിള്ളേക്കാ വാരി കൊടുക്കുന്നത്. ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈ പൊക്കിക്ക. നിങ്ങളാണ് മരണവേദന എന്ന് പറയുന്നത് പ്രസവത്തിന്. അറിയോ പ്രതിഫലം? ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മകൻ തന്റെ ഉമ്മയ്ക്ക് ഒരു ഉരുള ഭക്ഷണം വാരി കൊടുത്താൽ അള്ളാഹുവിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആയിഷ ബീവിയോട്, ഞാൻ കണ്ടു, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്തേ പ്രതിഫലം? തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അതാ ഉമ്മ. പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചവിട്ടി തേക്കാനുള്ളതല്ല ഉമ്മ, പ്രായമാകുന്ന കാലത്ത് വേദനിപ്പിക്കാനുള്ളതല്ല ഉമ്മ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 3 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ചിട്ട് നോക്കിയാ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ചിട്ട് നോക്കിയാ മതി. ഓതണമെന്ന് ഞാൻ പറയണില്ല, നോക്കിക്കൊണ്ടിരിക്കുക. ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ 2 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നോക്കണം. ചുമ്മാ എടുത്തങ്ങട്ട് കമത്തിയാ പോരാ, എടുത്തങ്ങ് വെറുതെ കുടിച്ചാ പോരാ. ആ സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. അത് ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5ാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കണം. ഉസ്താദന്മാരല്ല, ആലിമീങ്ങൾ. ഇത്തിരി പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി പ്രായമൊക്കെ ചെന്ന കണ്ടാൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലും ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ നോക്കണം, ഓതണം. ആയത്തുകളുടെ അർത്ഥങ്ങൾ നീ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണ്. പക്ഷേ നമുക്കൊരു ചിന്തയില്ലല്ലോ. മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും ആ മഹ്ശറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരുമല്ലോ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുള്ളതല്ല, നിസ്സാരമാക്കി തള്ളിക്കളയാറുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ.
നിസ്സാരമായി കാണുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ 6600 പരം വരുന്ന ആയത്തുകൾ. അതിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് താക്കീതുകളും നിന്റെ മുൻഗാമികൾക്ക് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷകളെ കുറിച്ചു ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഖുർആനിനെ ബഹുമാനിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവർ, അതിന് സ്ഥാനം കൊടുക്കാത്തവർ, അതിന് നിസ്സാരമായി കാണുന്നവർ, അവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? നിന്നെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്നവർ, അതിനെ അവഗണിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാ. ഒന്നാമതായിട്ട് പടച്ചറപ്പ് പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് നീ അതിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ നിസ്സാരമായി കാണുമ്പോ, അതിനെ അവഗണിക്കുമ്പോ, അതിനെ പടച്ചവനെ ആ പറയുന്ന കൽപ്പനകൾ അനുസരിക്കാതെ വരുമ്പോ, അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് ഈ ലോകത്തിന്റെ അധിപനായ കൊലപാതകളല്ല, അല്ലാഹുവിന്റെ പള്ളികൾ പൊളിച്ചു കളയുന്നവരല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവനെ, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്ന മനുഷ്യൻ, അതിനെങ്ങനെ അവഗണിക്കുകയാ? ഇത് ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാ, അല്ലെങ്കിൽ പ്രായമുള്ള വാപ്പമാർക്കുള്ളതാ? നമുക്കിങ്ങനെ മരയ്ക്കാറും അതുപോലെ തന്നെ എന്താപ്പ ചുരുളി എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്കുള്ളത്, നമുക്കിതൊക്കെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നീ നിസ്സാരമാക്കുന്നുണ്ടോ? എത്ര ആയത്ത് നീ പഠിച്ചിട്ടുണ്ട്? എത്ര ആയത്തുകളുടെ അർത്ഥം നീ കേട്ടിട്ടുണ്ട്? ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് 2 മണിക്കൂർ ഉസ്താദന്മാര് നിനക്ക് വഴുത് പറഞ്ഞു തരുമ്പോ നീ ഇങ്ങനെ ഇരിക്കുക വെടി കൊണ്ടതുപോലെ, എന്നിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ പറയപ്പെട്ടു, നീ ഗ്രഹിക്കുന്നില്ല, നീ പരിഗണിക്കുന്നില്ലെങ്കിൽ നീയാടാ ഏറ്റവും വലിയ അക്രമി. ആരാ പറഞ്ഞത്? അല്ലയാ പറഞ്ഞത് നീ ഏറ്റവും വലിയ അക്രമിയാണെന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ ഏറ്റവും വലിയ അക്രമിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്ന പെങ്ങള്, രണ്ടാമതായിട്ട് പടച്ചറപ്പ് പറയുകയാ, നിസ്സാരമായി കാണരുത്. ഇത് കളിയല്ല, ഇത് തമാശയല്ല, ഇത് തീക്കളിയാണ് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ചിലരെ നോക്കിയ
നോക്കിയിട്ട് പറയാറുണ്ടല്ലോ, ഇവൻ എന്തേ നന്നാകാത്തത്, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ, എത്ര തല്ലിയിട്ടും നന്നാകുന്നില്ലല്ലോ, ഇവന്റെ കണ്ണിന്റെ മുന്നിൽ പടച്ച റബ്ബ് പലതും കാണിച്ചു കൊടുത്തിട്ട് ഇവൻ നന്നാകുന്നില്ലല്ലോ, എന്തേ ഇവൻ നന്നാകാത്തത്, ഇനി അല്ലാഹ് നേരിട്ട് വന്നാലും ഇവൻ നന്നാകില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിച്ചിട്ട് പള്ളിക്കകത്ത് കേറാൻ നിനക്ക് തോന്നുന്നില്ലല്ലോ, പരിശുദ്ധമായ ഖുർആനും എടുത്തുകൊണ്ട് ഒരു സൂറത്തെങ്കിലും ഓതാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. തലമറയ്ക്കണമെന്ന് ഉസ്താദന്മാര് പറയുമ്പോ പരസ്യമായി തുറന്നിട്ടുകൊണ്ട് ഉസ്താദന്മാരെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ അതാ പടച്ചവന് മോശമായി പറയുന്നവരുണ്ടല്ലോ. അതാ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി, കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് എല്ലാവരും ഉപദേശിക്കുകയാ, മോളെ ഇത് തെറ്റാ, ഇത് പാപവാ, ഇത് പാപവാ, ഇത് പാപവാ. എവിടെ വെട്ടിയിട്ടതുപോലെ ഇരിക്കുക, വല്ല മാറ്റം ഉണ്ടോ? അവസാനം കോടതിയിൽ പോകുമ്പോ ചോദിക്കും, ആരുടെ കൂടെ പോണം? എന്റെ കാമുകന്റെ കൂടെ പോണം. ഇതാ എന്തുകൊണ്ടാ സഹോദര? എടാ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും വീടി വലിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ? വീട്ടിൽ കള്ളു കുടിച്ചിട്ട് കയറി വരുന്ന ഭർത്താവിനോട് മരിക്കണ്ടേ, കബറിൽ പോകണ്ടേ? അല്ലാ, എന്ത് കബറി, എന്ത് മരണോന്. എന്തുകൊണ്ടാണ് ചിലരെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകാത്തത്? എന്താ? എത്ര വയല് കെട്ടിട്ടും നമുക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ കള്ളുകുടി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ മോശമായ സ്വഭാവങ്ങൾ നിനക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖുർആൻ പറയുന്നത് നിസാരമാക്കുന്ന മനുഷ്യൻ പിന്നെ അവനെ അള്ളാഹു നന്നാക്കില്ല. മനസ്സിലാക്കിക്കോ. അള്ളാഹു പറയുകയാണ്, അവന്റെ ഹൃദയം അള്ളാഹു അടച്ചങ്ങ് വെക്കും, രണ്ട് ചെവിയും അടച്ചു കളയും അള്ളാഹു. പരിശുദ്ധമായ ഖുർആന പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയം അല്ലാഹു അങ്ങ് സീല് വെക്കും, പിന്നെ ഒന്നും അതിനകത്ത് കേറൂല. ഉമ്മ മരിക്കൂന്ന് പറഞ്ഞാലും തൂങ്ങൂന്ന് പറഞ്ഞാലും എത്ര കരഞ്ഞാലും കേറൂല. അല്ലാഹ് ചെവി തന്നെ അടച്ചു കളയും. പറയുന്നത് കേട്ടാലല്ലേ തോന്നുകയുള്ളൂ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിൽ ഹിദായത്ത് ഉണ്ടാകില്ല, അവൻ നന്നാകില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ. ഇനി മുതൽ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, നിസാരമാക്കരുത്. നിസാരമാക്കുന്നതിലൂടെ പിന്നെ നിന്റെ ജീവിതം പോയി, അള്ളാഹ് നിന്നെ കൈവിട്ട് കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് അള്ളാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് മൂന്നാമതായി പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യ, അള്ളാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إنا من المجرمين منتقمون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, നിനക്ക് കഠിനമായ ശിക്ഷയുണ്ടടാ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിച്ചു നടക്കുന്നവരോട് അല്ലാഹു പറയുകയാണ്, നിനക്ക് വലിയ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ശിക്ഷയല്ലോ, സാധാരണ ശിക്ഷയല്ലോ, കഠിനമായ ശിക്ഷയാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിലാക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. എന്തു മറന്നാലും മറക്കാത്ത ചില കാര്യങ്ങളുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ സഹാബികളുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ഒരു നാട്ടിലേക്ക് ചെന്ന് കിടന്നപ്പോ ഒരു സുന്ദരിയായ
വയസ്സായ ജൂത പെണ്ണിനെ കാണുകയാ. അവളെ കണ്ടപ്പോ, അവളുടെ സൗന്ദര്യം കണ്ടപ്പോ അവളോട് പ്രണയം തോന്നുകയാണ്, അവളോട് ആഗ്രഹം തോന്നുകയാണ്. അവസാനം പടച്ചവനെ ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുകയാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കൂടൊപ്പം ജീവിക്കണം. ആ സമയത്ത് ആ ജൂത പെണ്ണ് പറയുകയാ, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയ സ്വഹാബിയുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മതം മാറുകയാണ്. ചരിത്രം പറയുകയാണ്, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. അവസാനം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബിയുണ്ടല്ലോ, ആ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് വീട് കണ്ടുപിടിച്ചു. പണ്ട് കൂടെ വന്നതാണല്ലോ, മതം മാറി വിവാഹം കഴിച്ചതാണല്ലോ. അവസാനം ആ സഹാബിയുടെ ചാരത്ത് നിന്നു എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവസാനം പിരിയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആന് പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ അല്ലാഹുവിന്റെ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ കാണാതെ പഠിച്ച ഒരു മനുഷ്യനായിരുന്നല്ലോ. ആ സ്വഹാബി സാധാരണ ഒരു സഹാബിയായിരുന്നില്ല, ഹാഫിളായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച സ്വഹാബിയാ. അവിടെ നിന്ന് മതം മാറി വിവാഹം കഴിച്ചു സുഖിച്ച് കഴിയുകയാ. അപ്പോഴാണ് സ്വഹാബി ചോദിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഒന്നു മാത്രം ഞാൻ മറന്നിട്ടില്ല. എല്ലാ ആയത്തുകളും മറന്നുപോയാൽ 114 സൂറത്തുകളിൽ 6600 പരം വരുന്ന ആയത്തുകളിലെല്ലാം ഞാൻ മറന്നു. ഒരേ ഒരായത്ത് മാത്രം മറന്നില്ല. ഏതായത്തെന്നറിയുമോ? ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലിയ ദൃഷ്ടാന്തം നമുക്ക് എന്തേ വേണ്ടത്? എല്ലാ ആയത്തുകളും മറന്നുപോയി, എല്ലാ ആയത്തുകളും മറന്നുപോയി. ഒരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, എടാ നീ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. തിരിച്ച് നീ എന്റെ അടുക്കൽ തന്നെ വരണ്ടവനാടാ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാറുള്ളത്. എങ്ങനെയൊക്കെ നടന്നാലും, എങ്ങനെയൊക്കെ നീ സുഖിച്ച് നടന്നാലും, എന്തൊക്കെ നീ മറന്നു നടന്നാലും, തിരിച്ച് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്ന മനുഷ്യ, നീ തിരിച്ചു പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു പോകേണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അതാ കേട്ടിട്ട് അതിനെ അതിനെ നിസ്സാരമായി കാണുന്നവർക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് നാലാമത് അല്ലാഹു നിന്നെ വിളിച്ച പേരെന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്, അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. എങ്ങനെയാണ് പടച്ചറബ് നിന്നെ ഉപമിച്ചതെന്നറിയുമോ? ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ.
കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. കഴുതയോട് നിന്നെ ഉപമിക്കുകയാ. അല്ലാഹു കഴുതയോടാണ് നിന്നെ ഉപമിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന പെണ്ണ്, അല്ലാഹു നിന്നെ കഴുതയോട് ഉപമിക്കുകയാ. നീ കഴുതയെ പോലെയാ, നീ കഴുതയെ പോലെയാ. പഠിച്ചവനെ എന്നതിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു കൊടുത്താൽ അത് ചുമന്നുകൊണ്ട് നടക്കുമല്ലോ. യഹ്മിലു അസ്ഫാറാ. പഠിച്ചവനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നീ ചിന്തിക്കാത്തത്, നീ ചിന്തിക്കാത്തത് കളിയല്ലല്ലോ, തമാശയല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് കളിക്കാറുള്ളതല്ല, അത് നിനക്ക് അവഗണിക്കാറുള്ളതല്ല. അത് നിനക്കൊരു മാതൃകയായി പടച്ചറപ്പ് തന്നതാണല്ലോ, നിനക്കൊരു മാർഗദർശനമാണല്ലോ, നിനക്കൊരു പ്രബോധനമാണല്ലോ, നിനക്കൊരു വഴിയാണല്ലോ. നീ അതിനെ പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, കഴുതയെ പോലെ ആകല്ലോ, കഴുതയെ പോലെയാകല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്നവര് അല്ലാഹു അവിടുന്ന് കഴുതയോടോട് ഉപമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യമെന്താ? അല്ലാഹു പറയുകയാണ്, സാമ്പത്തികമായി തകർന്നു പോയവര്, കച്ചവടം തകർന്നു പോയവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, സമാധാനമില്ലാത്തവര്, രോഗങ്ങൾ കൊണ്ട് പടച്ചറപ്പ് നിന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വമൻ അറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഹദീസല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതികെട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഹദീസ് പോലും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാ. അല്ലാഹു നിന്റെ സമ്പത്ത് മുഴുവനും തകർക്കുമടാ, നിന്റെ കച്ചവടം മുഴുവനും തകർക്കുകയാണ്. നിന്റെ വീടിനകത്ത് സമാധാനമില്ല, നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ല. പരസ്പരം തമ്മിലടിയാണ്, പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുകയാണ്. വയറ് നിറയുന്നില്ല, ഉറക്കം വരുന്നില്ല. കാരണമെന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങളിരുന്ന് കരയുകയാ. പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ, 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങളിരുന്ന് കരയുന്നുണ്ട്. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? വീടിനകത്ത് ഖുർആൻ വാങ്ങി വെച്ചിരിക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വീടിനകത്തുണ്ടല്ലോ. പ്രിയപ്പെട്ട പെങ്ങള്, ആ ഖുർആൻ തുറന്നു ഓതാതെ വന്നാൽ വീടിന്റെ അലമാരിക്കകത്ത് പടച്ചവനെ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ഖുർആൻ അടുക്കി വെച്ചിരിക്കുകയാ. നീ അത് തുറക്കാറില്ലല്ലോ, അത് തുറന്നു ഓതാറില്ലല്ലോ. ആ ഖുർആനിനെ നീ തുറക്കാതെ വരുമ്പോൾ, ആ ഖുർആനിനെ എടുത്ത് ഓതാതെ വരുമ്പോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, വീടിനകത്ത്
വീടിനകത്തിരുന്ന് കരയുകയാണ്, നിന്നെ ശപിക്കുകയാ. എങ്ങനാ നീ രക്ഷപ്പെടുന്നത്? എങ്ങനാടാ നീ രക്ഷപ്പെടുന്നത്? എങ്ങനെയാ നിനക്ക് സമാധാനം കിട്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വീടിനകത്ത് 10 ഖുർആൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന സമയത്ത് നീ ഓരോന്നും എടുത്ത് തുറക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതണേ. വീടുകളിൽ ഖുർആൻ ഓതുന്നില്ല, വീടുകളിൽ ഖുർആൻ പാരായണമില്ലല്ലോ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പെണ്ണുങ്ങളെ വീടിനകത്തിരുന്ന ഖുർആൻ ഓതുമായിരുന്നു, തന്റെ മക്കളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നു. സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ആകെ പണ്ടത്തെ കാലത്തൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടിന്റെ വെളിയിലൂടെ പോകുന്നവർക്ക് പോലും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇന്നൊക്കെ മാറിയല്ലോ, ഇന്നൊക്കെ മാറിയല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊള്ളക്കാരുടെ നേതാവാ, കൊള്ള സംഘത്തിന്റെ നേതാവാ. പടച്ചവനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചവനെ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഇങ്ങനെയും ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുമായിരുന്നു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ കാണുകയാ, ഒരു സാലിഹത്തായ പെണ്ണിനെ കാണുകയാ. എത്ര നോക്കിയിട്ടും അവൾ പരിഗണിക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും അവിടെ വഴങ്ങി കൊടുക്കുന്നില്ല. അവസാനം പാതിരാത്രിയിൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പെണ്ണിന്റെ വീടിന്റെ മതിൽ ചാടുകയാ. പാതിരാത്രി ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിനകത്തേക്ക് വാതിൽ തല്ലി പൊളിച്ചിട്ട് കയറുകയാണ്. അവിടെ നിന്ന് വീടിന്റെ വാതിൽ തല്ലി പൊളിച്ചു, ആരുമറിയാതെ വീടിനകത്ത് കയറുകയാ. എന്നിട്ട് ആ സുന്ദരിയായ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുമ്പോ സാധിച്ചു കൊടുക്കുന്നില്ല. എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുകയാണ്, ആ പെണ്ണിനെ പീഡിപ്പിക്കാൻ പോകുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്, ആ പെണ്ണിനെ ശാരീരികമായിട്ട് അവിടെ നിന്ന് തകർക്കുകയാ. അവസാനം ആ പെണ്ണിന്റെ 2 കാലുകൾക്ക് നടുവില് ഇയാളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. ആ പെണ്ണിന്റെ വീടിന്റെ പരിസരത്ത് ഒരു ഉമ്മ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. ഏതായത്ത് അറിയുമോ? ലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോ, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഉമ്മ ഖുർആൻ ഓതുകയാണ്. ലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ചവനെ നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ. എന്ന് പറയുന്ന ചെറുപ്പക്കാര് കണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടച്ചവനെ പണ്ടുള്ളവര് മഗ്രിബ് കഴിഞ്ഞ ഖുർആൻ ഓതുമായിരുന്നല്ലോ. സീരിയലിന്റെ ലോകമല്ലേ, ഒരു ഉമ്മയും തന്റെ മക്കളോട് ഖുർആൻ ഓതാ പറയാറില്ല. അവിടെ പറയും പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, ട്യൂഷന് പഠിക്കണമല്ലോ, സ്കൂളിൽ പഠിക്കണമല്ലോ. ഖുർആൻ ഓതാൻ സമ്മതിക്കുന്നില്ല. അവിടെ പഠിപ്പിക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? മക്കള് നല്ല നിലയിലെത്താരാ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, കൂടെ ഒരുപാട് സ്വഹാബികളുണ്ട്. എല്ലാവരും കൂടെ വീടിനകത്ത് കടന്നു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. എന്നിട്ട് റബ്ബേ, കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാ. കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലല്ലോ, മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഈ പൈസ അവർക്ക് ആവശ്യമാകുമല്ലോ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഹാബിയോട് പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, പെൺമക്കളാണല്ലോ, അവരെ വിവാഹം കഴിച്ച് കൊടുക്കണമല്ലോ, ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കുമ്പോ അവിടുന്ന് കരയുകയാ. അവിടുന്ന് കരയുകയാ. എന്തിനാ ഇബ്നു മസ്ഊദേ കരയുന്നത്? ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പഠിക്കൂ പെൺമക്കള്, പെൺമക്കളുള്ള മാതാപിതാക്കള് പഠിച്ചോ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത ആ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല, എന്റെ മക്കളുടെ വിവാഹത്തിന് പിരിവെടുക്കണ്ട, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട കാര്യമില്ല, എന്റെ മക്കൾ വാഖിഅ ഓതുന്നുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോ കഴിയുമോ പെങ്ങള്? അതുകൊണ്ടാണ് ഒരെണ്ണമല്ലേ നിനക്ക് കെട്ടിച്ചു കൊടുക്കാറുള്ളത്, നിനക്ക് ഉറക്കമില്ലല്ലോ, നിനക്ക് സമാധാനമില്ലല്ലോ. മക്കൾ ഉമ്മയോട് മക്കളോട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയുമോ? ഇന്ന് പല സ്ഥലങ്ങളിലും വഴുതിന് പോകുമ്പോ സംഘാടകർ പറയുന്ന ഉസ്താദേ, കഞ്ചാവിനെ കുറിച്ച് പറയട്, മയക്കുമരുന്നിനെ കുറിച്ച് പറയട്, ചെറുപ്പക്കാര് കഞ്ചാവ് കച്ചവടം നടത്തുകയാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഹറാമായ വഴികൾ സ്വീകരിക്കുകയാ. പെങ്ങള്, മക്കളെ നശിപ്പിച്ചതാരാ? ഉമ്മ, നീയാണ് പെണ്ണ്, മക്കളെ നശിപ്പിച്ചത് നീയാ. കാരണം ചെറിയ മക്കളുടെ ഹൃദയത്തില് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയാടി പൊന്നുമോളെ. ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി നീയാകണം.